എണ്ണ വിൽപ്പന കുറച്ച് നഷ്ടം നികത്താൻ പെട്രോളിയം കമ്പനികളുടെ ആസൂത്രിത നീക്കം. വൻകിട ഡീലർമാർക്ക് നൽകുന്ന കൂടുതൽ ആനുകൂല്യങ്ങൾ കമ്പനികൾ നിർത്തുകയും ഫ്ലീറ്റ് കാർഡ് ആനുകൂല്യം കുത്തനെ കുറയ്ക്കുകയും ചെയ്തു. ലിറ്ററിന് ₹2.40 ആനുകൂല്യം 40 പൈസയാക്കിയാണ് കുറച്ചത്. എം കെ ഷുക്കൂർ വിശദാംശങ്ങൾ നൽകും. ഷുക്കൂർ, നിശ്ചയമായും ഇപ്പോഴത്തെ അവസ്ഥയിൽ കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടാകും. അത് നികത്താൻ എന്തെല്ലാം നടപടികളാണ് കമ്പനികൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? സൈഫുദ്ദീൻ, ഇറാൻ യുദ്ധം ആരംഭിച്ച ഫെബ്രുവരി 28-ന് $70 ആയിരുന്നു ആഗോള വിപണിയിലെ എണ്ണവില. ഇന്നിപ്പോൾ മാർച്ച് 13-ന് ആഗോള വിപണിയിലെ എണ്ണവില $100 $30 വർദ്ധിച്ചത്. എന്നാൽ ഈ ദിവസങ്ങളിലൊന്നും തന്നെ ഇന്ത്യയിലെ പെട്രോളിനോ ഡീസലിനോ വില വർദ്ധിച്ചിട്ടില്ല. പാചകവാതകത്തിന് മാത്രമാണ് വില വർദ്ധിച്ചത്. ഈ വർദ്ധിച്ച വില വലിയ നഷ്ടമായി കമ്പനികൾക്ക് മാറുകയാണ്. അതേസമയം ഇനി എത്ര മാസങ്ങൾ, ആഴ്ചകൾ ഈ ഒരു വില വർധനവ് തുടരുമെന്ന കാര്യത്തിലും ഒരു സംശയം നിലനിൽക്കുന്നു. $140 എങ്കിലും ആയി എണ്ണവില ഉയരുമെന്നാണ് വിപണി വിദഗ്ധരുടെ ഒരു വിലയിരുത്തൽ. ഈ ഒരു ഘട്ടത്തിൽ വലിയ തുകയ്ക്ക് എണ്ണ വാങ്ങി വില കൂട്ടാതെ ഇന്ത്യയിലെ വിപണിയിൽ കൊടുക്കുക എന്നുള്ളത് കമ്പനികളെ സംബന്ധിച്ച് വലിയ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ എണ്ണ വിൽപ്പന നിയന്ത്രിക്കാനുള്ള പുതിയൊരു തന്ത്രമാണ് പെട്രോളിയം കമ്പനികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയവും ഇന്ത്യൻ ഓയിലും അതുപോലെ തന്നെ ഭാരത് പെട്രോളിയവും ഒരു പുതിയ തീരുമാനമെടുത്തിരിക്കുന്നത് വൻകിട ഡീലർമാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളെല്ലാം വെട്ടിക്കുറക്കുക എന്നുള്ളതാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ ഡിസ്കൗണ്ട്, അതായത് വലിയ തോതിലുള്ള KSRTCയെ പോലെയുള്ള വലിയ കമ്പനികൾ ഒരുമിച്ച് എണ്ണ വാങ്ങുമ്പോൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെ സമ്പൂർണ്ണമായി വെട്ടിക്കുറച്ചു. ഒപ്പം തന്നെ ഫ്ലീറ്റ് കാർഡ് ആനുകൂല്യം, അതായത് എണ്ണ കൂപ്പണെല്ലാം ഉപയോഗിച്ച് എണ്ണ വാങ്ങിക്കുന്ന കമ്പനികൾക്ക് നൽകുന്ന ആനുകൂല്യം, അവർക്ക് ലിറ്ററിന് ₹2.40 നൽകിയിരുന്നത് കേവലം 40 പൈസ മാത്രമാക്കി കുറച്ചു. ഒപ്പം തന്നെ ഈ പെട്രോളിയം ഡീലർമാർക്ക് നൽകുന്ന ക്രെഡിറ്റ് ലിമിറ്റ്, അതായത് വലിയ ഒരു 10 കോടി രൂപയ്ക്ക് എണ്ണ വാങ്ങുമ്പോൾ ഒരുപക്ഷെ 9 കോടി രൂപ അടച്ചാൽ മതിയാകും. അടുത്ത ഓർഡർ നൽകുമ്പോൾ മാത്രം ബാക്കി 1 കോടി നൽകിയാൽ മതിയാകും. ആ അർത്ഥത്തിലുള്ള ക്രെഡിറ്റ് ലിമിറ്റ് എല്ലാം വലിയ തോതിൽ വെട്ടിക്കുറച്ചു. ആ അർത്ഥത്തിൽ എണ്ണയുടെ ഉൽപാദനം എണ്ണയുടെ വില വർദ്ധിച്ച തോതിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഇവിടെ വിൽപ്പന പരമാവധി കുറക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ കമ്പനികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഭ്യന്തര വിപണിയിൽ എണ്ണയുടെ ലഭ്യത വരും ദിവസങ്ങളിൽ കുറയാൻ സാധ്യതയുണ്ട്. ചില പെട്രോൾ പമ്പുകളിലെങ്കിലും എണ്ണ ലഭ്യത കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വലിയ തോതിൽ സാമ്പത്തികം കമ്പനികൾക്ക് നൽകാൻ കഴിയുന്നവർക്ക് മാത്രമേ എല്ലാ ഘട്ടത്തിലും ഇന്ധന ലഭ്യത അവരുടെ പമ്പുകളിൽ ഉറപ്പാക്കാൻ കഴിയൂ എന്നൊരു സാഹചര്യമുണ്ട്. ഇത് ആഗോള വിപണിയിലെ എണ്ണ വില വർദ്ധിച്ചൊരു സാഹചര്യത്തിലാണ് വലിയ നഷ്ടം ഒഴിവാക്കാനായി കമ്പനികൾ ഈ ഒരു തന്ത്രം പ്രയോഗിക്കുന്നത്. വിൽപ്പന കുറച്ച് നഷ്ടം നികത്താൻ കമ്പനികൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ലഭ്യത കുറയും. സ്വാഭാവികമായും ഇപ്പോൾ തന്നെ ഗ്യാസിൻ്റെ കാര്യത്തിൽ, പാചകവാതകത്തിൻ്റെ കാര്യത്തിൽ വലിയ ലഭ്യത കുറവും പ്രതിസന്ധിയുമുണ്ട്. ഇനി എണ്ണയുടെ കാര്യത്തിൽ കൂടി അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന ആശങ്ക കൂടി നിലനിൽക്കുകയാണ്. എം കെ ഷുക്കൂറാണ് വിശദാംശങ്ങൾ നൽകിയത്.